ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ ഡാനിഷ് സലീം. അസിഡിറ്റി ഇല്ലാത്തവരായിട്ട് ആരുമില്ലെന്ന് തന്നെ പറയാം. അപ്പോൾ അസിഡിറ്റി ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് വയറിൽ എരിച്ചിലുണ്ടാവാം, അതുപോലെ ഛർദിലുണ്ടാവാം, പിന്നെ വെയിറ്റ് കുറയാം, അങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പുളിച്ചു തേട്ടും വായിക്കാത്ത. ഇത് ശരിക്കും ഒരു ജീവിതം തന്നെ മടുക്കുന്ന തരത്തിലുള്ള അസുഖമാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അസിഡിറ്റി വരാത്തവരായിട്ട് ഈ ഒരു കാലഘട്ടത്തിൽ ആരുമില്ല എന്ന് പറയാം. അപ്പോൾ അസിഡിറ്റിയെക്കുറിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാം. നമ്മൾ അസിഡിറ്റി എങ്ങനെ മാറാമെന്നുള്ളത് 392-ാമത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വയറിൽ അൾസർ വന്നു കഴിഞ്ഞാൽ അത് എവിടെയാണ് എന്ന് നമുക്ക് തന്നെ സ്വന്തമായി എങ്ങനെ തിരിച്ചറിയാമെന്നുള്ളതാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വയറെന്ന് പറയുമ്പോൾ സ്റ്റൊമക്ക് അല്ലേ, സ്റ്റൊമക്ക് ഇങ്ങനെ നമ്മുടെ ഈസോഫാഗസ് എന്ന് പറഞ്ഞ അന്നനാളം വന്നതിന് ശേഷം നമ്മുടെ സ്റ്റൊമക്കിലോട്ട് മാറുകയാണ്. ഈ സ്റ്റൊമക്ക് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഉണ്ട്. സ്മോൾ ഇൻറ്റസ്റ്റൈനെ നമ്മൾ മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഡിയോഡനം, ജെജുനം, ഇലിയം എന്ന് പറയും. അത് കഴിഞ്ഞ് ലാർജ് ഇൻറ്റസ്റ്റൈൻ ഉണ്ട്, നമ്മൾ വൻകുടലുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ അൾസർ വരുന്നത് നമ്മുടെ വയറിലും വരാം, അത് കൂടാതെ നമുക്ക് നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലും വരാം. സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ഡിയോഡനത്തിലാണ് വരുന്നത്. അപ്പോൾ ഈ രണ്ടിലും, ഡിയോഡനത്തിൽ വരുന്നതും അതുപോലെ സ്റ്റൊമക്ക് അൾസർ നമുക്ക് സ്വന്തമായി എങ്ങനെ തിരിച്ചറിയാം, ഈ അൾസറിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഗ്യാസ്ട്രിക് അൾസർ ആണെങ്കിൽ വയറിൽ ഫുഡ് എത്തുമ്പോഴാണ് വേദന ഉണ്ടാകുന്നത്. അതായത് ആ സ്ഥലത്ത് ആഹാരം എത്തുമ്പോഴാണ് വേദന വരുന്നത്. ആ പുണ്ണിൽ എരിയുന്നത് കൊണ്ട് വേദന വരും. അപ്പം ആഹാരം കഴിക്കുമ്പോൾ വയറുവേദന ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് ഗ്യാസ്ട്രിക് അൾസറിലോട്ട് നിങ്ങൾ മാറിയിരിക്കുകയാണ്. നിങ്ങളുടെ അസിഡിറ്റി മാറി ഇപ്പോൾ ഗ്യാസ്ട്രിക് അൾസറിലോട്ട് മാറിയിരിക്കുകയാണ്. അതുപോലെ തന്നെ കൂടുതലും വൊമിറ്റിംഗ് ഉള്ളത് ഗ്യാസ്ട്രിക് അൾസർ ഉള്ളവർക്കാണ്. ഒത്തിരി പ്രാവശ്യം ഛർദ്ദിക്കുന്നത് ഗ്യാസ്ട്രിക് അൾസറാണ്. പിന്നെ അതുപോലെ തന്നെ ഛർദ്ദിച്ച് കഴിയുമ്പോൾ നമ്മുടെ വയറിൽ നിന്ന് അത് മാറുമല്ലോ, ആഹാരം മാറുമല്ലോ. അപ്പോൾ ഉടനെ തന്നെ വേദന കുറയുന്നതും ഗ്യാസ്ട്രിക് അൾസറിൽ കാണുന്നതാണ്. ഇനിയുള്ളത് നമ്മൾ ഛർദ്ദിച്ച് രക്തം ഛർദ്ദിക്കുന്നത് ഗ്യാസ്ട്രിക് അൾസറിലാണ്. അതുപോലെ തന്നെ ഈ ഗ്യാസ്ട്രിക് അൾസർ ക്യാൻസർ ആവാനുള്ള സാധ്യത ഉണ്ട്. 1% മുതൽ 2% ആളുകളിൽ ഗ്യാസ്ട്രിക് അൾസർ കുറേ നാൾ നിലനിൽക്കുക, ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നില്ലെങ്കിൽ അത് ക്യാൻസർ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതറിഞ്ഞിരിക്കുക. പിന്നെ വെയിറ്റ് ഏറ്റവും കൂടുതൽ കുറയുന്നതും ഗ്യാസ്ട്രിക് അൾസറാണ്. കാരണം വയറിലൊന്നും എത്തുന്നില്ല, വയറിലെത്തിയ ആഹാരം കഴിക്കില്ല വ്യക്തി. കാരണം വയറിലെത്തിയ വേദന വരും. അത് ഛർദ്ദിച്ചില്ലെങ്കിൽ വേദന വീണ്ടും നിൽക്കും. അതുകൊണ്ട് ആഹാരം ഒന്നും കഴിക്കാത്തതുകൊണ്ട്, കഴിക്കുന്നതെല്ലാം ഛർദ്ദിക്കുന്നതുകൊണ്ട് വെയിറ്റ് കുറയുന്നത് ഗ്യാസ്ട്രിക് അൾസറിലാണ്. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും വേദന കൂടുതലുള്ളതും ഗ്യാസ്ട്രിക് അൾസറിലാണെന്ന് പറയാം. ഇനി ഡിയോഡനത്തിലാണ് അൾസറെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ് അൾസറെങ്കിൽ എങ്ങനെ തിരിച്ചറിയാം? ആദ്യം ആഹാരം കഴിക്കുമ്പോൾ വേദന കുറയും. ആഹാരം കഴിക്കുമ്പോൾ വേദന കുറയും. കുറച്ച് നേരം കഴിയുമ്പോഴായിരിക്കും, അതായത് വയറിൽ നിന്ന് ആഹാരം മാറി സ്മോൾ ഇൻറ്റസ്റ്റൈനിലോട്ട് എത്തുമ്പോഴായിരിക്കും വേദന ഉണ്ടാകുന്നത്. അപ്പോൾ അതൊന്ന് അറിഞ്ഞിരിക്കണം. രണ്ടാമതായിട്ട് വൊമിറ്റിംഗ് അധികം ഇല്ലാത്തതാണ് ഡിയോഡനൽ അൾസർ. വൊമിറ്റിംഗ് കൂടുതലുള്ളത് ഗ്യാസ്ട്രിക് അൾസർ ആണെന്ന് ഞാൻ പറഞ്ഞു. കൺസിസ്റ്റൻ്റ് ആയിട്ട് പെയിൻ, കാരണം ആഹാരം കഴിക്കുമ്പോൾ വേദന കുറയും, അതിനുശേഷം കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വേദന വരും. അതായത് ഓരോ 2 മണിക്കൂർ കൂടുമ്പോഴും വേദന വരുന്ന ഡിയോഡനൽ അൾസറാണ്. ഇപ്പോൾ നമ്മൾ ആഹാരം കഴിക്കുന്നു, വേദന കുറഞ്ഞു, ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് ആ ഒരു കുറച്ച് നേരം കഴിഞ്ഞ് ആഹാരം ആ സ്റ്റൊമക്കിൽ നിന്ന് മാറി സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ എത്തുമ്പം വീണ്ടും വേദന തുടങ്ങും. അതാണ് ഡിയോഡനൽ അൾസർ. രാത്രി മൊത്തം ഉണർന്നിരിക്കും, രാത്രി മൊത്തം വേദന, കാരണം രാത്രി നമ്മൾ ആഹാരം കഴിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വേദന വന്ന് രാത്രി മൊത്തം ഉണർന്നിരിക്കുകയാണെങ്കിൽ അത് ഡിയോഡനൽ അൾസറാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മലം പാസ് ചെയ്യുന്ന സമയത്ത് മലത്തിൽ കറുത്ത കളറിൽ മലം പോകുന്നതും നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഡിയോഡനൽ അൾസറാണ്. അങ്ങനെ കണ്ടാൽ അത് ഡേഞ്ചറസ് ആണ്. നിങ്ങളുടെ മലത്തിൽ കൂടെ ബ്ലഡ് പോകുന്ന അർത്ഥം നിങ്ങൾക്ക് എവിടെയോ ബ്ലീഡിങ് ഉണ്ടെന്നാണ്. പിന്നെ ഏറ്റവും കോമൺ ആയിട്ടുള്ള അൾസർ, നമ്മൾ ഗ്യാസ്ട്രിക് അൾസറും ഡിയോഡനൽ അൾസറും നോക്കുമ്പോൾ ഏറ്റവും കോമൺ ഡിയോഡനൽ അൾസറാണ്. പിന്നെ എച്ച് പൈലോറി ഇൻഫെക്ഷനുമായിട്ട് ഏറ്റവും കൂടുതൽ അനുബന്ധമുള്ളത് അല്ലെങ്കിൽ ഏറ്റവും സാമ്യമുള്ളത് ഈ ഒരു ഡിയോഡനൽ അൾസറാണ്. എച്ച് പൈലോറി ഇൻഫെക്ഷൻ ഉണ്ടെന്നോ നമ്മൾ ചെക്ക് ചെയ്തിരിക്കണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എച്ച് പൈലോറി ഇൻഫെക്ഷൻ ഉള്ളവരിലാണ് കൂടുതലും ഡിയോഡനൽ അൾസർ ഉണ്ടാകുന്നത്. അപ്പം നമുക്ക് അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ എച്ച് പൈലോറി ടെസ്റ്റ് ചെയ്യാം. അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ വേറെ അടുത്ത ഒരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക. ഡിയോഡനൽ അൾസർ ആണെന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ എച്ച് പൈലോറി ഒന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. അതുപോലെ വെയിറ്റ്, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആഹാരം കഴിക്കുന്നതുകൊണ്ട് വെയിറ്റ് കൂടി വരും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആഹാരം കഴിക്കില്ല, കാരണം കഴിക്കുമ്പോൾ ഒക്കെ വേദന കുറയുന്നതുകൊണ്ട് നമ്മൾ കൂടുതൽ ആഹാരം കഴിക്കും, വെയിറ്റ് കൂടും. അപ്പോൾ ഇതാണ് ഡിയോഡനൽ അൾസറും ഗ്യാസ്ട്രിക് അൾസറും തമ്മിലുള്ള വ്യത്യാസം. ഇനി നമുക്കിത് എങ്ങനെ മാറ്റാമെന്നുള്ളത് പറയാം. നമുക്ക് ഡിയോഡനൽ അൾസർ ആണെങ്കിലും നമ്മുടെ ഗ്യാസ്ട്രിക് അൾസർ ആണെങ്കിലും അൾസർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മരുന്നുകളുടെ ആവശ്യം വരും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഡോക്ടറിനെ കാണുക, എച്ച് പൈലോറി എന്നുള്ള ടെസ്റ്റ് ചെയ്യുക. എച്ച് പൈലോറി ഉണ്ടെങ്കിൽ എച്ച് പൈലോറി മാറാനുള്ള മരുന്നുണ്ട്. അത് 10 ദിവസം അല്ലെങ്കിൽ 14 ദിവസമാണ് ഡോക്ടർ തരുന്നത്. കൃത്യമായി കഴിക്കുക. ആദ്യത്തെ കുറച്ച് ദിവസം ബുദ്ധിമുട്ട് കാണാം, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നമ്മൾ ചെയ്യാം. ഇനി രണ്ടാമതായിട്ട് നമുക്ക് ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ പുളിക്കാത്ത തൈര് നല്ലതാണ്. പുളിക്കാത്ത തൈര് വെറും വയറ്റിൽ കുടിക്കുന്നത് നല്ലതാണ്. പുളിപ്പില്ലാത്ത തൈര് തന്നെ ഉറപ്പായിട്ടും തണുപ്പിച്ച് കുടിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ നമ്മൾ ആഹാരം
കഴിക്കാതിരിക്കരുത്. കറക്റ്റ് ടൈമിൽ ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ ഇടവിട്ട് കുറച്ച് ആഹാരങ്ങൾ കഴിക്കുന്നത് നല്ലതാണ്. എരിവുള്ള ആഹാരം, അതുപോലെ തന്നെ വളരെ ഉപ്പിലിട്ട ആഹാരം, പിന്നെ ഒത്തിരി പൊരിച്ച് കരിച്ച് ആഹാരങ്ങളൊന്നും കഴിക്കാതിരിക്കുക. അത് അസിഡിറ്റി കൂട്ടും, അതുപോലെ തന്നെ അൾസർ കൂട്ടുന്ന സാധനങ്ങളാണ്. പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഛർദ്ദിക്കുമ്പോൾ ബ്ലഡ് വരികയോ അല്ലെങ്കിൽ മലം പോകുന്ന സമയത്ത് കറുത്ത കളറിലോ പോവുകയാണെങ്കിൽ അത് ബ്ലീഡിങ്ങിൻ്റെ ലക്ഷണമാണ്. ഉറപ്പായിട്ട് നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിനെ കണ്ടിരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ അഥവാ ആൻറ്റാസിഡ്സും അല്ലെങ്കിൽ ഈ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ എന്ന് പറഞ്ഞ് അസിഡിറ്റി കുറയാനുള്ള മരുന്നുകളുണ്ട്. അത് ഡോക്ടർ തരുന്നുണ്ടെങ്കിൽ ആഹാരത്തിന് അരമണിക്കൂർ മുമ്പ് തന്നെ കഴിച്ചിരിക്കണം. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ആഹാരം കഴിക്കൂ, അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ അതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ നമുക്ക് ഫ്രൂട്ട്സ് കഴിക്കാം, നല്ലതാണ്, വളരെ നല്ലതാണ് ഫ്രൂട്ട്സ് കഴിക്കുന്നത്. പക്ഷേ പുളിപ്പുള്ള ഫ്രൂട്ട്സ്, നമുക്ക് പപ്പായ പേരക്കയിലൊന്നും അധികം പുളിപ്പില്ല, പക്ഷേ പുളിപ്പുള്ളതാണ് ഓറഞ്ച്, മൊസമ്പി, അതുപോലെ തന്നെ നെല്ലിക്ക പോലുള്ള സാധനങ്ങൾ. അത് ഒരിക്കലും വെറും വയറ്റിൽ കഴിക്കാതിരിക്കുക. നാരങ്ങ വെള്ളം വെറും വയറ്റിൽ കഴിക്കാതിരിക്കുക. അതെല്ലാം ആഹാരത്തിന് ശേഷം, നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ ആഹാരത്തിന് ശേഷം വേണം കഴിക്കാൻ, അല്ലെങ്കിൽ വീണ്ടും അസിഡിറ്റി കൂടാം. ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ബ്രേക്ക്ഫാസ്റ്റ് കൃത്യമായി എഴുന്നേറ്റ് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറിനകത്ത് തന്നെ കഴിച്ചിരിക്കണം. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ട. അൾസർ നമ്മൾ കൂടുതൽ കോംപ്ലിക്കേഷൻ വരാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എച്ച് പൈലോറി ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മരുന്നുകൾ കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. കാരണം എച്ച് പൈലോറി ട്രീറ്റ് ചെയ്താൽ തന്നെ ഒരു 70 മുതൽ 90% ആളുകളിലും പൂർണ്ണമായി മാറാറുണ്ട്. അത് കണ്ടുപിടിക്കാൻ താമസിക്കും തോറും അതിൻ്റെ ആ പെർസെൻറ്റേജ് കുറഞ്ഞു വരും. അപ്പോൾ അതാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഇത് കൺഫേം ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റിൻ്റെ പേരാണ് എൻഡോസ്കോപ്പി. എൻഡോസ്കോപ്പി നമ്മൾ വായിലൂടെ ഒരു ട്യൂബ് ഇട്ടതിന് ശേഷം നമ്മുടെ അകത്ത് അൾസർ എവിടെയാണ് എന്നുള്ളത് കണ്ടുപിടിക്കുന്നത്. പക്ഷേ ലക്ഷണം വെച്ച് തന്നെ നമുക്ക് എൻഡോസ്കോപ്പി ഇല്ലാതെ തന്നെ ഏത് സ്ഥലത്താണ് അൾസർ എന്ന് വ്യക്തമായി അറിയാനുള്ള മാർഗ്ഗമാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത്. ഇത് കൂടാതെ എന്തൊക്കെയാണ് അസിഡിറ്റി മാറാനായിട്ട് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം ഞാൻ മിസ്സായി പോയത്, ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 7 മണിക്കൂർ മുതൽ 9 മണിക്കൂർ അസിഡിറ്റി കുറയ്ക്കാനായിട്ട് ഉറങ്ങുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ അമിതമായിട്ടുള്ള മാനസിക സമ്മർദ്ദം ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനുള്ള എക്സസൈസും ഹോബീസൊക്കെ ഉണ്ട്. നമുക്ക് യോഗ ചെയ്യാം, മെഡിറ്റേഷൻ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് മനസ്സിന് സന്തോഷം തരുന്ന എന്ത് കാര്യങ്ങൾ ചെയ്താലും മാനസിക സമ്മർദ്ദം കുറയ്ക്കാനായിട്ട് കഴിയും. എക്സസൈസ് നല്ലതാണ്. എക്സസൈസ് ചെയ്യുമ്പോൾ മനസ്സിന് സന്തോഷം വരും. അത് ചെയ്തവർക്കറിയാം. കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിന് സന്തോഷം വരും. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം കൃത്യമായി പാലിച്ചു കഴിഞ്ഞാൽ ആസിഡിറ്റി കുറേയൊക്കെ തന്നെ കുറയ്ക്കാനായിട്ട് കഴിയും. ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും. ടേക്ക് കെയർ എവരിവൺ.